യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാൻ സാധ്യമായതെല്ലാം ചെയ്തെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയിൽ. നിർഭാഗ്യകരമായ സംഭവമാണെങ്കിലും കേസിൽ ഇടപെടാൻ പരിമിതിയുണ്ട്. ദയാധനം സ്വീകരിക്കാൻ തയ്യാറാകാതെ മറ്റ് ചർച്ചകളിൽ കാര്യമില്ലെന്നും കേന്ദ്ര സർക്കാർ കോടതിയിൽ വ്യക്തമാക്കി. ഇന്ത്യൻ സുപ്രീം കോടതിക്ക് യമനിലെ കേസിനകത്ത് ഇടപെടുന്നതിന് നിയമപരമായിട്ടുള്ള പരിമിതികളുണ്ട്. ഈ കോടതിക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഇത്തരത്തിലുള്ള അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ ഇത്തരത്തിൽ ഗവൺമെൻറ്റിൻ്റെ മേലെ പ്രഷറൈസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അതിൻ്റെ ഭാഗമായി സുപ്രീം കോടതി ഇന്ന് ഈ കേസ് തീർപ്പാക്കിയില്ല അല്ലെങ്കിൽ തള്ളിയില്ല. ഇന്ന് കേസ് മാറ്റിവെക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതുവരെയുള്ള നടപടികൾ തുടരട്ടെ. ആ കാര്യങ്ങൾ പിന്നീട് വെള്ളിയാഴ്ച പോസിറ്റീവായി ഒരു തീരുമാനം അല്ലെങ്കിൽ അത്തരത്തിലൊരു തീരുമാനം ഉണ്ടാകുമെന്നുള്ള ശുഭപ്രതീക്ഷ പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ വെള്ളിയാഴ്ചയ്ക്ക് കേസ് മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കാൻ നിർണായക ഇടപെടലുമായി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. യമനിലെ പ്രധാന സൂഫി പണ്ഡിതരുമായി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ സംസാരിച്ചു. ദയാധനം സ്വീകരിച്ച് യമൻ കുടുംബം മാപ്പ് നൽകാൻ തയ്യാറായാൽ പണം നൽകാൻ സന്നദ്ധമെന്ന് സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ കുടുംബം പ്രതികരിച്ചു. ഇതുവരെ അങ്ങോട്ട് ആരും ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല. ആവശ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒരു മനുഷ്യത്വപരമായി നമ്മളതിനോടൊരു പോസിറ്റീവായിട്ട് അതിനോട് പ്രതികരിക്കുമെന്നത് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നമ്മൾ റഹീമിനെ പോലെ തന്നെയാണ് നിമിഷപ്രിയ നമ്മളെ സംബന്ധിച്ചിടത്തോളം. നമുക്കൊരു മനുഷ്യജീവൻ രക്ഷപ്പെടുക എന്നുള്ള വലിയ കാര്യമാണ്. അത്രയും നമ്മളെ സംബന്ധിച്ച് 2 കമ്മിറ്റി ഉണ്ട്. ഒന്ന് ലീഗൽ അഡ്വൈസറി ബോർഡ് ട്രസ്റ്റ് എന്ന് പറഞ്ഞ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവരാണ് പണമൊക്കെ പിരിച്ചുണ്ടാക്കിയത്. അതുപോലെ ഗൾഫിലും ഇതിന് കമ്മിറ്റി ഉണ്ട്. അപ്പോൾ ഈ 2 കമ്മിറ്റി ഒന്ന് കൂടി ചേർന്ന് ഇരുന്നിട്ട് വേണം ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്നാണ് പറയാനുള്ളത്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊരു വിവരം കൂടി സമീർ സി മുഹമ്മദ് അറിയിക്കുന്നത്, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാറിന്റെ ഇടപെടലിനെ തുടർന്ന് സുപ്രധാനമായ ഒരു യോഗം ഇപ്പോൾ യമനിൽ പുരോഗമിക്കുന്നു എന്നുള്ളതാണ്. അതിലേക്ക് എത്താൻ ബൽറാം വെളിങ്ങാടിയിലേക്ക്. ആദ്യം ബൽറാം, ഇന്ന് കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ കോടതിയിൽ വ്യക്തമാക്കിയ നിലപാടെന്താണ് ബൽറാം? ഉന്മേഷ്, ഇന്ന് സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അറ്റോർണി ജനറൽ നേരിട്ട് ഹാജരായാണ് കേന്ദ്രത്തിൻ്റെ നിലപാട് അറിയിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമെന്നുള്ളത് ഈ വിഷയത്തിൽ കേന്ദ്രത്തിൻ്റെ പരിമിതികൾ തന്നെയാണ് സുപ്രീം കോടതിയിൽ അറിയിച്ചത്.